രാജ്യത്ത് ഇന്ധന വിലയിൽ വർധനവ്. പെട്രോൾ വിലയിൽ ലിറ്ററിന് 3 രൂപയും ഡീസൽ ലിറ്ററിന് 2 രൂപയും വർദ്ധിച്ചു. ഗൗതം വിവരങ്ങളുമായി ചേർന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു വിലക്കയറ്റം, ഒരു വില വർധനവ് 15-നുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന്. ഇതാ വന്നിരിക്കുന്നു, 2ഉം 3ഉം രൂപയായി. ഇത് തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഇത്രയും വലിയ വർധനവ്, അതായത് പെട്രോളിന് 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഏറെക്കാലമായി 105 രൂപയോളമാണ് ലിറ്ററിന് പെട്രോളിന് നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. അതിൽ നിന്നും 108ലേക്കും ചിലയിടങ്ങൾ, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് 110ലേക്കും ഒക്കെ പെട്രോൾ വില എത്തുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നത്. നേരത്തെ പാചകവാതക വില വർദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില 3000 കടന്ന, സിലിണ്ടറിന് 3000 കടന്ന സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഇവ ലഭ്യമാകാത്ത, അതായത് ഗ്യാസ് ഉൾപ്പെടെ ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയത്. ഒപ്പം മാതൃകാപരമായ ഒരു നിലപാടെന്ന നിലയിൽ തൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം കുറയ്ക്കാനും മറ്റ് മന്ത്രിമാരോടും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരോടുമൊക്കെ ജീവനക്കാരോടും അത്തരത്തിൽ ഊർജ്ജം ഉപയോഗിക്കുന്നത് കൃത്യമായി നിയന്ത്രിച്ച് ചെലവാക്കാനുള്ള ആഹ്വാനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ വില വർധനവിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ഊർജ്ജം, പ്രത്യേകിച്ച് പെട്രോളും ഡീസലും രാജ്യത്ത് കുറച്ച് ഒരു 60 ദിവസത്തേക്കൊക്കെയുള്ള കരുതലാണ് ഉണ്ടായിരിക്കുക എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ പല സംസ്ഥാനങ്ങൾക്കകത്തും ജനങ്ങൾ ഈ പരിഭ്രാന്തയോടുകൂടി ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടായി. ഒപ്പം തന്നെ കരിഞ്ചന്തയിലേക്ക് പൂഴ്ത്തിവെപ്പ് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ വിവിധ ഘടകങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്രോളിന് രാജ്യത്ത് 3 രൂപയും ഡീസലിന് 2 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കേരളത്തിലെ വില പരിശോധിച്ച് കഴിഞ്ഞാൽ 108ലേക്കൊക്കെ തന്നെ പെട്രോൾ വില എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഡീസലിനെ സംബന്ധിച്ചിടത്തോളം 97 രൂപയിലേക്ക് ഡീസൽ വില ഉയർന്നു വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടതാണെങ്കിലും അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിക്കൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വിലയാണ് നമ്മൾ കൂട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ നമ്മൾ തന്നെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഉൾപ്പെടെ പോകാനൊരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടുള്ള വിലയിരുത്തലുകളുണ്ട്. അതോടൊപ്പം അവശ്യ സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് പച്ചക്കറികൾക്കും പാക്ക് ചെയ്ത് വിൽക്കുന്ന ഭക്ഷണങ്ങൾക്കും ഹോട്ടൽ ഭക്ഷണത്തിനുമൊക്കെ വില വർദ്ധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോഴും ഈ സംഘർഷം അയയാതെ തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് ഉൾപ്പെടെ തുറന്ന് ഗതാഗതം, ഈ ചരക്ക് നീക്കം ഉൾപ്പെടെ നടന്നാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകരമായ കാര്യത്തിലേക്കാണ് സാഹചര്യം നീങ്ങുന്നതാണ് ഈ വില വർധന സൂചിപ്പിക്കുന്നത്. സെയ്തു. ശരി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തന്നെ രാജ്യത്ത് പെട്രോൾ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്രോൾ രൂപ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാലയളവിനിടയിൽ രാജ്യാന്തര വിപണിയിൽ ഓയിൽ വില ഇടിയുകയും വർദ്ധിക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. അതിൽ ഇടിഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇടിഞ്ഞു. അതിനൊപ്പം തന്നെ റഷ്യയിൽ നിന്നും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എണ്ണ കിട്ടി, അതായത് ഇന്ധനങ്ങൾ കിട്ടി. ആ സമയത്തും പെട്രോൾ വില കുറച്ചിരുന്നില്ല കേന്ദ്രം, കൂട്ടിയതുമില്ല. പക്ഷേ ഇപ്പോഴേ വീണ്ടും ഒരു ഇന്ധന ലഭ്യതയിൽ കുറവ് വന്നു. പ്രതീക്ഷിച്ചിരുന്നതാണ്, ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കൂട്ടിയിട്ടുണ്ട്. അതും 2-3 ലിറ്റർ രൂപയാണ്. കഴിഞ്ഞ